ആദ്യ സിനിമ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ നിന്നും എത്രത്തോളം ഡിഫറെന്റ് ആണ് ആടുപുലിയാട്ടം? ആടുപുലിയാട്ടം ഒരു ഹൊറർ ഹ്യൂമർ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത സിനിമയാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ സിനിമ വർക്കൗട്ടായി. ഈ പറഞ്ഞത് രമ്യ കൃഷ്ണന്റെയും ആ രണ്ട് കുട്ടികളുടെയും പെർഫോമൻസ് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. ഈ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന സിനിമയും ഈ സിനിമയും തമ്മിൽ എക്സ്ട്രീംലി ഡിഫറെന്റ് രണ്ട് ആംഗിളിൽ നിൽക്കുന്ന സിനിമയാണ്. ശരിക്കും ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ ആടും പുലിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ രണ്ട് സിനിമകളും തമ്മിൽ. വീണ്ടും വീണ്ടും ജയറാമിന്റെ കൂടെ മൂവി ചെയ്യാനുള്ള കാരണം എന്താണ്? ജയറാമേട്ടനോട് കൂടി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ജയറാമന്റെ ഒരു ഡെഡിക്കേഷനും ഒരു ഇൻവോൾവ്മെന്റ്സും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടൊരു എനർജി തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് വളരെയധികം സിമ്പിളാണ്, പെട്ടെന്ന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന സിനിമ നടന്നപ്പോൾ അതിനകത്തൊരു ഹൊററിന്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ജയറാമേട്ടന്റെ അടുത്ത് ഹൊറർ സിനിമകളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ജസ്റ്റ് ഞാനൊരു എലമെന്റ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു എലമെന്റ്. അത് പുള്ളി ജയറാമന്റെ മനസ്സിൽ ആ സാധനം കിടക്കുകയും അതിനുശേഷം ജയറാമേട്ടൻ തന്നെ ഇങ്ങോട്ട് എന്നെ ലാൻഡ് ജോസഫിനെ വിളിച്ചിട്ട് ആ കണ്ണനൊരു എലമെന്റ് പറഞ്ഞിരുന്നു, അത് നല്ല വർക്കൗട്ട് ആവുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം ജയറാമേട്ടൻ തന്നെയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ സത്യജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ജയറാമേട്ടൻ തന്നെയായിരുന്നു. ഇത് ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാനും ദിനേശ് കൊല്ലത്തും കൂടെ ഒരു 2 വർഷത്തിന് മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു എലമെന്റ് ആണ്. ബംഗ്ലാവിനകത്ത് പെട്ടുപോകുന്ന ഒരു അമ്മയും മകളും എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. പിന്നീട് അതിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് ഡെവലപ്പ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. പക്ഷെ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോൾ തന്നെ ഇത് സെൻട്രൽ ക്യാരക്ടർ ജയറാമേട്ടൻ തന്നെയായിരുന്നു. ഒരു കോമഡി ഫിലിം ചെയ്തിട്ട് ഇപ്പൊ ഒരു ഹൊറർ ഫിലിം ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഹൊറർ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ള ഒരു എലമെന്റ് ആണ്. ഹൊററിലെ സീക്വൻസ് വർക്കൗട്ട് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു മേക്കിംഗ് സംഭവമാണ്. കാരണം ഈ ഹൊറർ എന്ന് പറയുന്ന സാധനം നമുക്ക് വർക്കൗട്ട് ആവണം. ഓരോ സീക്വൻസിലും ഹൊററിന്റെ എലമെന്റും വർക്കൗട്ട് ആവണം. അതിനുള്ള കാരണം കറക്റ്റ് ആയിരിക്കണം. അതിലേക്ക് എത്താൻ കാരണം സ്ഥിരമായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു പ്രതികാരം, അത് ആ പ്രതികാരത്തിന് വേണ്ടിയിട്ട് രക്ഷി വരുന്നു എന്നുള്ള കഥകളാണ് സാധാരണ നമ്മൾ ഹൊറർ സിനിമകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വേണമെന്ന് നമ്മൾ ആദ്യമേ ആലോചിച്ചിരുന്നു. കോട്ടയം എന്ന് പറയുന്ന ഒരു ബംഗ്ലാവും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും. അപ്പൊ അതിൽ ഈ മാധവി എന്ന് പറഞ്ഞ രമ്യ കൃഷ്ണന്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 600 വർഷം മുമ്പുള്ളൊരു മിത്ത് പ്ലാൻ ചെയ്യുകയും ആ മിത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു പ്ലോട്ട് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ രമ്യ കൃഷ്ണൻ മാം ആയാലും ശരി, ഓംപുരി സാർ ആയാലും ശരി, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. സോ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം രമ്യ കൃഷ്ണനെ വിളിച്ച സമയത്ത് അവര് ഉടനെ ഒരു മലയാള സിനിമ ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇയർ ഒരു മലയാള സിനിമ ചെയ്തിരുന്നു, അതുകൊണ്ട് ഉടനെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞാൻ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കുകയും ഞാൻ ശരിക്കും ഐവിസി സാറിന്റെ ശിഷ്യനാണ്. സഖ്യറിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഈ സഖ്യറിനും സീമ ചേച്ചിയും ഫാമിലി ആയിട്ട് എനിക്ക് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അപ്പൊ ഞാൻ സീമ ചേച്ചിയുടെ അടുത്ത് ഇത് പറയുകയും രമ്യാകൃഷ്ണൻ ചെയ്താൽ നന്നാകും എന്ന് പറയും. സീമ ചേച്ചി രമ്യാകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എന്റെ ഡയറക്ടറാണ്, കണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, നീ ജസ്റ്റ് കഥ കേൾക്കുമെന്ന് പറഞ്ഞപ്പോ പിന്നീട് രമ്യാകൃഷ്ണൻ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ സബ്ജക്റ്റ് ഒന്ന് കേട്ട് നോക്കാം, എനിക്കത് 100% ഇഷ്ടമായ രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇങ്ങോട്ട് വന്ന് കഥ പറയുന്നത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഞാനൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാനും എന്റെ പ്രൊഡ്യൂസർ അസീബ് എന്നിട്ടും കൂടെ ചെന്നൈയിൽ പോയിട്ട് ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു. സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഞാൻ ചെയ്യാം, എത്ര ദിവസത്തെ ഡേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഓംപുരിയെ പോലൊരു ആർട്ടിസ്റ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആലോചിക്കുകയും സ്റ്റേറ്റ് ഓംപുരി സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഓംപുരി സാർ അപ്പൊ അന്ന് ലണ്ടനിൽ നിന്ന് ഏതോ ഹോളിവുഡ് സിനിമ കഴിഞ്ഞിട്ട് അന്വേഷിച്ചതേ ഉള്ളൂ. അപ്പൊ പുള്ളി ഫസ്റ്റ് തന്നെ പറഞ്ഞു, എനിക്ക് മലയാളം ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, മാത്രമല്ല ഞാനൊരു പ്രാദേശിക സിനിമ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വമായിട്ട് നിർബന്ധിക്കുകയും സാറ് സബ്ജക്ട് കേട്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു ബോംബെയിൽ പോയിട്ട് ഓംപുരി സാറിന്റെ അടുത്ത് സിനോപ്സിസും പറയുക. ഇവിടുന്ന് ആദ്യം നമ്മൾ സിനോപ്സിസ് അയച്ചു കൊടുത്തു. അതിനുശേഷം പുള്ളി ഓക്കെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഓംപുരി സാർ അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ല, ഈ ക്യാരക്ടർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യായിരുന്നു. ഓംപുരി സാറിന്റെ ക്യാരക്ടറും ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ? ഓംപുരി സാറിന്റെ ക്യാരക്ടർ ഡിസൈഡഡ് ആയിരുന്നില്ല. ഒരു യോഗി പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനല്ല, ആ ക്യാരക്ടർ പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓംപുരി സാറിന്റെ കൂടെ ഒക്കെ എനിക്ക് ഒരു ലാംഗ്വേജോ ഒരു സംഭവമോ അറിയാതെ തന്നെ അഭിനയത്തിന് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് ഫസ്റ്റ് സീൻ മുതൽ തന്നെ ഓംപുരി സാർ തെളിയിക്കായിരുന്നു. ഓംപുരി സാറ്
ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൊക്കേഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എനർജി കിട്ടും. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ കൂടെ നിന്നിട്ട് ഓരോ കാര്യവും മനസ്സിലാക്കി ആദ്യം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് പ്രോമിറ്റ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പ്രോമിറ്റ് ചെയ്ത് പറയിക്കാണ്. പക്ഷെ പുള്ളിക്ക് പ്രോമിറ്റ് ചെയ്ത് ഇത്രയും വർഷത്താണെങ്കിൽ പുള്ളി പ്രോമിറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടേ ഇല്ല. അതിനുശേഷം ഡീലേറ്റ് പറഞ്ഞ് ഡയലോഗ്സ് പുള്ളി എഴുതിയെടുത്ത് പഠിക്കുകയായിരുന്നു. ഇവരെയൊക്കെ പോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഉള്ള ക്യാരക്ടറാണ് അക്ഷര കിഷോറും ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എന്താണ് അക്ഷരയുടെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? അക്ഷര കിഷോർ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു സീൻ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ, ഷോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടാവും. ഷോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടം അതിന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരു 2-3 പേര് ഓടിച്ചിട്ട് പിടിച്ചോണ്ട് പറഞ്ഞ എവിടുന്നേലും. പക്ഷെ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് മാറുകയാണ്. പക്ഷെ ഈ കൊച്ചു കുട്ടിക്ക് ഈ എക്സ്പ്രഷൻസ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് കിട്ടുന്നത്? അതൊരു ഒരു ജന്മനാ ഉള്ളൊരു ഭയങ്കര ടാലന്റാണ്. അതേപോലെ അക്ഷരയെ പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഏഞ്ചലിന എബ്രഹാം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. അക്ഷരയാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പൊ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പൊ അതേ അക്ഷരയ്ക്ക് ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിൽക്കേണ്ട ക്യാരക്ടറാണ് ഈ മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ. അക്ഷരയ്ക്ക് ഈക്വലായിട്ട് ഒരു സ്റ്റെപ്പ് പോലും താഴോട്ട് പോവാതെ തന്നെ ആ കുട്ടി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയില്. എല്ലാ ആൾക്കാരും വിളിക്കുമ്പോൾ അത് ഏതാണ് ആ മോളെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികളെ കൂടെ തിയേറ്ററിലേക്ക് എത്തിക്കണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമുക്ക്. കാരണം ഈ 2 കുട്ടികൾ മെയിനായിട്ട് ചെയ്യുകയും നമ്മളൊരു വെക്കേഷൻ റിലീസ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തപ്പോൾ അത് സാധാരണ ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ ഫാമിലി ഒറ്റയടിക്ക് വരില്ല. പക്ഷെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ക്യാരക്ടർ ജയറാമാണ് ഹീറോ, രമ്യാകൃഷ്ണനും ഓംപുരിയും ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജയറാമിനോട് തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സമ്പത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളിലൊക്കെ മുകളിലുള്ള 2 ക്യാരക്ടേഴ്സാണ് ഈ അക്ഷരയും ഏഞ്ചലീനയും ചെയ്തിരിക്കുന്ന ആമി, മല്ലി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് ഫിലിം തിങ്കൾ മുതൽ വെള്ളി വരെ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായിരുന്നില്ല. അപ്പോ ഈ സിനിമ വളരെ നന്നായിട്ട് തിയേറ്ററുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഹൗ ഡിഡ് യു മേക്ക് എ കം ബാക്ക്? ശരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമ അതല്ല. ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടം, ഈ ഹൊറർ പോലെ തന്നെ വാമ്പയർ സിനിമകൾ മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ ഒരു വാമ്പയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. 2 വർഷത്തോളം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയും സംഭവങ്ങളൊക്കെ റെഡി ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഭീമമായ ഒരു ബഡ്ജറ്റും ഫസ്റ്റ് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടർ അത്രയും ഭീമമായ ഒരു ബഡ്ജറ്റിലേക്ക് എത്തപ്പെടാൻ പറ്റാത്തതുമായുള്ള സംഭവങ്ങൾ കാരണം 2 വർഷത്തോളം ഞാൻ ആ സബ്ജക്ട് വർക്ക് ചെയ്തിട്ട് അത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ല. അപ്പൊ അത് പല പല പ്രോജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കാതാവുകയും ഒരു സിനിമ ഒരു എൻട്രി വരിക, ഒരു സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ സിനിമയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. ഇനിയൊരു സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ അതിലും ജയറാം സാർ ഉണ്ടാവുമോ? അടുത്ത സിനിമയുടെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല. ജയറാമേട്ടനായിട്ട് സിനിമ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ജയറാമേട്ടന്റെ സിനിമ ചെയ്യുന്നതിൽ ആഗ്രഹവുമാണ്. പക്ഷെ അടുത്ത സിനിമ എന്താവും എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇതുവരെ 2 സിനിമ ജയറാമിന്റെ ഒപ്പം ചെയ്തു കഴിഞ്ഞു. ഇനിയൊരു പക്ഷെ ഫ്യൂച്ചറിൽ സാർ കാളിദാസിനെ വെച്ചാണോ സിനിമ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുണ്ട്. കാളിദാസൻ ഞാനായിട്ട് വളരെ അടുപ്പമാണ്. വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് കാളിദാസൻ. തീർച്ചയായിട്ടും കാളിദാസിനെ വെച്ചൊരു നല്ല സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് പ്രേക്ഷകർ ആടുപുലിയാട്ടം കാണണം? ആടുപുലിയാട്ടത്തെ പറ്റി ഒന്ന് പറയേണ്ടത്, ആടുപുലിയാട്ടം ഒരു 100% കൊമേഴ്സ്യൽ എന്റർടൈനർ ആണ്. ഒരു നിമിഷം പോലും തിയേറ്ററിൽ ഒരു ലാഗില്ലാതെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ഈ സിനിമ ഒരു 120 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് ക്യാഷ് പോയി എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല ഈ സിനിമ തന്നെ. അതാണ് വളരെ പച്ചയായിട്ട് പറയാനുള്ള ഒരു സംഭവം. മാത്രമല്ല ഹൊറർ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൊറർ സീക്വൻസിൽ കണ്ണു നനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സംവിധായകന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആൾക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ സിനിമയെ ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുന്ന രീതി. ചിലര് ഒരു എന്റർടൈനറായിട്ട് സിനിമയെ കാണുന്നവരുണ്ടാവും, സാധാരണ നോർമൽ ഓഡിയൻസ് ഉണ്ടാവും, സിനിമയെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഓഡിയൻസ് ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ. ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും അതിൽ നിന്ന് നല്ല സംഭവങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ സത്യജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ജയറാമേട്ടൻ തന്നെയായിരുന്നു. ഇത് ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാനും ദിനേശ് കൊല്ലത്തും കൂടെ ഏതോ ഒരു 2 വർഷത്തിന് മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു എലമെന്റ് ആണ്. ബംഗ്ലാവിനകത്ത് പെട്ടുപോകുന്ന ഒരു അമ്മയും മകളും എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. പിന്നീട് അതിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് ഡെവലപ്പ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്.
പക്ഷെ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോൾ തന്നെ ഇത് സെൻട്രൽ ക്യാരക്ടർ ചേരാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ സത്യജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ജയറാമേട്ടൻ തന്നെയായിരുന്നു. ഇത് ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാനും ദിനേശ് പിള്ളത്തും കൂടെ ഏതോ ഒരു 2 വർഷത്തിന് മുമ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഒരു എലമെന്റ് ആണ്. ബംഗ്ലാവിനകത്ത് പെട്ടുപോകുന്ന ഒരു അമ്മയും മകളും എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. പിന്നീട് അതിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് ഡെവലപ്പ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. പക്ഷെ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോൾ തന്നെ ഇത് സെൻട്രൽ ക്യാരക്ടർ ചേരാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു കോമഡി ഫിലിം ചെയ്തിട്ട് ഇപ്പൊ ഒരു ഹൊറർ ഫിലിം ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഹൊറർ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം റിസ്ക് ഉള്ള ഒരു എലമെന്റ് ആണ്. ഹൊററിലെ സീക്വൻസ് വർക്ക്ഔട്ട് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേക്കിംഗ് സംഭവമാണ്. കാരണം ഈ ഹൊറർ എന്ന് പറയുന്ന സാധനം നമുക്ക് വർക്ക്ഔട്ട് ആവണം. ഓരോ സീക്വൻസിലും ഹൊററിന്റെ എലമെന്റും വർക്ക്ഔട്ട് ആവണം. അതിനുള്ള കാരണം കറക്റ്റ് ആയിരിക്കണം. അതിലേക്ക് എത്താൻ കാരണം സ്ഥിരമായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു പ്രതികാരം, അത് ആ പ്രതികാരത്തിന് വേണ്ടിയിട്ട് യക്ഷി വരുന്നു എന്നുള്ള കഥകളാണല്ലോ സാധാരണ നമ്മൾ ഹൊറർ സിനിമകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വേണമെന്ന് നമ്മൾ ആദ്യമേ ആലോചിച്ചിരുന്നു. ചെമ്പോകോട്ട എന്ന് പറയുന്ന ഒരു ബംഗ്ലാവും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും. അപ്പൊ അതിൽ ഈ മാധവി എന്ന് പറഞ്ഞ രമ്യാകൃഷ്ണന്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 600 വർഷം മുമ്പുള്ളൊരു മിത്ത് പ്ലാൻ ചെയ്യുകയും ആ മിത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു പ്ലോട്ട് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആടുപുലിയാട്ടം ഒരു 100% കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. ഒരു നിമിഷം പോലും തിയേറ്ററിൽ ഒരു ലാഗില്ലാതെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ഈ സിനിമ ഒരു 120 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് പുറത്തിറങ്ങുന്ന ഒരാൾക്ക് ക്യാഷ് പോയി എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല ഈ സിനിമ കണ്ടാൽ. അതാണ് വളരെ പച്ചയായിട്ട് പറയാനുള്ള ഒരു സംഭവം. മാത്രമല്ല ഹൊറർ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൊറർ സീക്വൻസിൽ കണ്ണു നനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സംവിധായകന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു.